വെൽക്കം ടു ലേൺ ആൻഡ് അപ്സ്കിൽ ചാനൽ. CA ഫൗണ്ടേഷനിലെ അക്കൗണ്ടിങ്ങിലെ ഒന്നാമത്തെ ചാപ്റ്റർ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ട് 4 ആയിട്ടാണ് ഈ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഒറ്റത്തവണ വാച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിത് എഴുതാനും പറയാനൊക്കെ കിട്ടുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. മെയിനായിട്ട് ഇതിൽ 100% ഇൻട്രസ്റ്റഡ് ആയിരിക്കണം, അല്ലാതെ ഇത് കണ്ടിട്ട് കാര്യമില്ല, ടൈം വെറുതെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തുക, എന്നിട്ട് ഇത് വാച്ച് ചെയ്ത് തുടങ്ങുക. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന അതേ ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ ഡീപ്പായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 6 പോയിൻറ്റ്സ് ആയിട്ടാണ്. ഒന്നാമത്തെ പോയിൻ്റ് മെഷർമെൻ്റ് ആണ്, രണ്ടാമത്തെ പോയിൻ്റ് ഫോർകാസ്റ്റിംഗ് ആണ്, മൂന്നാമത്തെ പോയിൻ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്, നാലാമത്തത് കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ, അഞ്ചാമത്തെ പോയിൻ്റ് കൺട്രോൾ ആണ്, ആറാമത്തത് ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് ടാക്സേഷൻ. ഈ 6 പോയിൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഡീപ്ലി ഫോക്കസ് ചെയ്തിരിക്കുക. മെഷർമെൻറ്റ്, ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്. മെഷർമെൻറ്റ്, ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്. ഇനി ഇത് മെൻ്റലി ഒരു 5 തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മെഷർമെൻറ്റ്, ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്. അടുത്ത 3 കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ, കൺട്രോൾ, പിന്നെ ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് ടാക്സേഷൻ. കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ, കൺട്രോൾ, ഗവൺമെൻറ് റെഗുലേഷൻ ആൻഡ് ടാക്സേഷൻ. ഇനി ഈ 6 പോയിൻറ്റ്സും ഒന്നിച്ച് പറയാൻ നോക്കുക, മെൻ്റലി റിപ്പീറ്റ് ചെയ്ത് പറയാൻ നോക്കുക. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്: മെഷർമെൻറ്റ്, ഫോർകാസ്റ്റിംഗ്, മെഷർമെൻറ്റ്, ഫോർകാസ്റ്റിംഗ്, decision making, measurement, forecasting, decision making. Comparison and evaluation, control, government regulation and taxation. Comparison and evaluation, control, government regulation and taxation. നല്ലോണം ഡീപ്ലി ഫോക്കസ് ചെയ്തവർക്കൊക്കെ ഇപ്പോൾ 6 പോയിൻറ്റ്സും സെൽഫായിട്ട് പറയാൻ കിട്ടുന്നുണ്ടാവും. ഇല്ലെങ്കിൽ വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്യുക, സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് വീണ്ടും വാച്ച് ചെയ്യുക. 6 പോയിൻറ്റ്സും സെൽഫായിട്ട് പറയാൻ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് സെൽഫായിട്ട് 6 പോയിൻറ്റ്സും എഴുതുമ്പോൾ എവിടെ നോക്കാനും